വാ സർ. ഇരിക്കും മോളെ. എന്താ ഈ കേസുമായി ബന്ധപ്പെട്ട് നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? പറയേ, എന്താ നിനക്ക് പറയാനുള്ളത്? ഹോസ്പിറ്റലിൽ വെച്ച് റീനയെ കണ്ടിട്ട് കാഷ്വാലിറ്റിന്ന് വന്ന സാറും SIയും റീനയുടെ അമ്മയുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു സാർ. എന്റെ മോളുടെ പേര് മോൾ ആരോടെങ്കിലും എപ്പോഴെങ്കിലും വഴക്കിടുവലും ചെയ്തിട്ടുണ്ടോ? ആ പെട്രോൾ പമ്പിൽ നിൽക്കുന്ന ഒരുത്തൻ ഒരു ദിവസം എന്റെ മോളുടെ മേത്തേക്ക് അഴുക്കുവെള്ളം ഒഴിച്ചു. ഞാൻ അവരെ കുറെ ചീത്ത പറഞ്ഞു. അന്ന് മുതൽ അവളെ കണ്ട അവര് കലിയാ. അവിടെ പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന ഒരുത്തനുണ്ട്. വെളുത്തു മറിഞ്ഞ് നല്ല പൊക്കമുള്ളവരാന്നാ പറഞ്ഞത്. അവനെ ഒന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരെ. ഇവരാ ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തേക്ക്. സർ. ശരി. അതുകൊണ്ട് ഈ പയ്യനെ ചോദ്യം ചെയ്ത പോലെ വേറൊരാളെയും കൂടെ ചോദ്യം ചെയ്യാനുണ്ട് സാർ. നീ എന്താ പുതിയ വല്ല കഥയും പറയാൻ പോവാണോ? ആരെ ചോദ്യം ചെയ്യണമെന്നാ മോള് പറയുന്നേ? പേടിക്കണ്ട, വിശദമായിട്ട് പറ. അത് പിന്നെ എന്റെ അച്ഛൻ ഇവിടെ സെക്രട്ടേറിയറ്റിലാ ജോലി. പാലക്കാട്ടിൽ നിന്ന് അമ്മയ്ക്കും കൂടി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയപ്പോഴാ ഞങ്ങളിവിടെ ഫ്ലാറ്റിലേക്ക് താമസിക്കാൻ വന്നത്. ഞങ്ങൾ വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞ റീനെ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് ജോലിക്ക് വരാൻ ഏൽപ്പിച്ചത്. നോക്കൂ, ഞങ്ങൾ ഇവിടെ പുതിയതായിട്ട് വന്നതാ. ഞങ്ങൾ രണ്ടുപേരും കാലത്തെ ഓഫീസിലേക്ക് പോകും. ഞങ്ങളുടെ മോള് 3 മണിക്ക് വരും. പക്ഷെ ഞങ്ങൾ എത്തുമ്പോ 6 മണിയെങ്കിലും ആവും. അമ്മേ, ടിഫിൻ ബോക്സ് അത് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്, എടുത്തോ. ഓക്കെ. വൈകുന്നേരം ഞങ്ങൾ വരുന്നത് വരെ നിങ്ങളുടെ മോള് അത്യാവശ്യം വേണ്ട ജോലികളൊക്കെ ചെയ്ത് മോൾക്ക് കൂട്ടായിട്ട് ഇവിടെ ഉണ്ടാവണം. എത്ര വേണം പറ. ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കൊച്ചമ്മേ. മേരി പറയേ, മറ്റുള്ളവടത്തൊക്കെ എത്രയാ തരണേ? വീട്ടു ജോലിക്ക് ഉച്ചവരെ നിൽക്കുന്നതിന് 3000 ഒക്കെ വാങ്ങിക്കുന്നേ. ഇതിപ്പോ 6 മണിവരെ മോൾക്ക് കൂട്ടായിട്ട് നിൽക്കണമെന്ന് പറയുമ്പോ എന്തെങ്കിലും ഇത്തിരി കൂട്ടി തന്നാ. എന്റെ കെട്ടിയാണെങ്കിൽ മരിച്ചുപോയി. കൊച്ചമ്മയുടെ മനസ്സ് പോലെ എന്താന്ന് വെച്ചാ. അഡ്വാൻസ് വെച്ചു. റീന, കറക്റ്റ് ടൈമിന് വരണം കേട്ടോ, ലേറ്റ് ആവരുതേ. ബൈ അമ്മ. ബൈ, സൂക്ഷിച്ചു പോണേ. ഓക്കെ. കൊച്ചമ്മ ഇവളങ്ങനെ ആരോടും വർത്താനം പറയാത്ത കൂട്ടത്തിലാ. അവളുടെ ജോലി കഴിഞ്ഞ് എവിടെയെങ്കിലും മാറിയിരുന്നോളും. അപ്പോഴൊന്നും ഞാൻ ഡെയിലി സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതും ഒരു പയ്യൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഒരു ദിവസം അവൻ കെമിസ്ട്രിയിൽ ഡൗട്ട് ചോദിക്കാനെന്നും പറഞ്ഞ് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വന്നു. എന്താ? ദീപക്, ഞാൻ മുകളിലത്തെ ഫ്ലാറ്റിലെ 10C താമസിക്കുന്നത്. ഞാൻ +2 പഠിക്കുന്നത്, ഫസ്റ്റ് ഗ്രൂപ്പ്. താനും ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലേ? അതെ. യുവർ ഗുഡ് നെയിം പ്ലീസ്? ആരതി. ഓ, നൈസ് നെയിം. പിന്നെ ഞാൻ വന്നത് എനിക്ക് കെമിസ്ട്രിയിൽ ഒരു ചെറിയ ഡൗട്ടുണ്ട്, അതൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച. കുഡ് യു പ്ലീസ്? ഓക്കെ, പ്ലീസ് കം ഇൻ. താങ്ക് യു. Tell me, what's the doubt? Could you tell me what's the difference between organic acid and inorganic acid? Organic acid എന്ന് പറഞ്ഞ, say for example, formic acid, acetic acid. ചെല്ല്. Acetic acid, propanoic acid, butyric acid and കാപ്പി എടുക്കട്ടെ? കാപ്പി വേണോ? വേണ്ട വേണ്ട, എനിക്ക് കാപ്പിയും ചായയൊന്നും കുടിച്ച് ശീലമില്ല. കൂൾ ഡ്രിങ്ക്സോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും? നോ നോ താങ്ക്സ്. ആരതിക്ക് കാപ്പി വേണ്ട, ഞാൻ പിന്നെ കുടിച്ചോളാം. ആർത്തി, പ്ലീസ്, യു ക്യാൻ ഹാവ് ഇറ്റ്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ. ഓർഗാനിക് ആസിഡ് എന്ന് പറഞ്ഞ, ഞാൻ പറഞ്ഞ പോലെ. എക്സ്ക്യൂസ് മീ, 1 second. Yeah dude, tell me. സൂപ്പർ ഫോണാണല്ലോ കയ്യില്. Okay, I'll call you back to you. Sorry. ഇറ്റ്സ് ഓക്കെ. ഈ ഓർഗാനിക് ആസിഡ് എന്ന് പറഞ്ഞ, as I said, formic acid, acetic acid, citric acid, ഇതുപോലുള്ള ആസിഡ്സ് ഒക്കെ ഫ്രൂട്ട്സിലെല്ലാം ഉണ്ട്. ഓർഗാനിക് ആസിഡ് വളരെ വീക്ക് ആസിഡാണ്. One other example is
ഡൗട്ട്ഫുൾ ആണ്. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. എന്താ? അമ്മ തന്നു വിട്ടതാ. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് മോർണിംഗ്. അല്ല, രാമേട്ടന് ചായകൾ കുടിക്കാൻ ചായ വന്നിട്ട് ഒത്തിരി നാളായി. ദാ വച്ചോ. ഇനി എന്നും ഇങ്ങനെ പ്രതീക്ഷിക്കരുത്. അയ്യോ, ഞാൻ അങ്ങനെ ചോദിക്കാറില്ലല്ലോ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. അവിടെ നിൽക്കണേ. ഈ കെമിസ്ട്രി പൂജ എന്റെ പിറകെ നിന്ന് വിട്ടു പോണ മട്ടില്ല. ആരതി പറഞ്ഞത് വെച്ചാ കെമിസ്ട്രി മൊത്തം വർക്കൗട്ട് ചെയ്തേ. ഓ. ഇന്നലെ മുഴുവൻ അത് തന്നെ പഠിക്കുകയായിരുന്നു. താങ്ക്സ്. ആരതി വളരെ ചെറുപ്പം മുതലേ സൈക്കിളിൽ പോകാൻ തുടങ്ങിയതല്ലേ? ആ, ആ, എനിക്ക് തോന്നി അതാ ഇത്ര സൂപ്പറായിട്ട് ചവിട്ടുന്നേ. അല്ല, വൈ ഡോണ്ട് യു പ്രിഫർ എ ടൂ വീലർ? സ്കൂൾ അടുത്താണല്ലോ, അതുകൊണ്ടാ. ഓ, അത് ശരി. എന്റെ സ്കൂളിലേക്ക് ഇവിടുന്ന് 2 കിലോമീറ്റർ കൂടിയുണ്ട്. അപ്പൊ ടൂ വീലർ വേണ്ടത് തനിക്കാ. യാ, യു ആർ റൈറ്റ്. സീ യു. Trust me, I was not in a situation to call you back. പൊടി, ഒരു 4 മണിക്ക് വിളിക്കടാ, ഓക്കെ? ഏയ്, എൻ്റെ വീട്ടിലപ്പോൾ ആരും ഉണ്ടാവില്ല. ഓക്കെ, ഫൈൻ. I'll talk to you later. Bye. നിന്റെ ഫോൺ ഒന്ന് തന്നേടാ, നോക്കിയിട്ട് തരാം. നിന്റെ ഫോൺ എടുത്തോണ്ട് വന്നാൽ എന്താ? എന്തേതാ കൊണ്ടുവരില്ല, പിശുക്ക്. അതിന് സെൽഫോൺ ഉണ്ടെങ്കിലല്ലേ. ഇതുവരെ മേടിച്ചില്ലേ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഡാഡിയോട് പറയാൻ. അച്ഛൻ പറയണു സെൽഫോണും കൊണ്ട് നടന്ന പഠിത്തത്തിൽ ശ്രദ്ധിക്കില്ലെന്ന്. എൻ്റെ വീട്ടിലും ഇതൊക്കെ തന്നെയാ പറഞ്ഞത്. പക്ഷേ സെൽഫോൺ വാങ്ങി തന്നാലേ ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു നമ്പർ ഇട്ടു, അത് ഏറ്റു. നമ്മുടെ പാരന്റ്സിന്റെ കാലത്ത് സെല്ലുണ്ടായിരുന്നെങ്കിൽ അവര് നമ്മളെക്കാളും കൂടുതൽ യൂസ് ചെയ്തേനെ. അത് തന്നെ, എല്ലാ പേരൻസും ഇങ്ങനെ തന്നെയാടാ. അവരുടെ കാലത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്വയം പുകഴ്ത്തും. നമ്മൾ എന്ത് ചെയ്താലും കുറ്റം. ഉഫ്, എപ്പോ നോക്കിയാലും അഡ്വൈസ് തന്നെ അഡ്വൈസ്. ആരെങ്കിലും അവർ അഡ്വൈസ് ചെന്നാലോ ചാടി കടിക്കുകയും ചെയ്യും. ഗുഡ് മോർണിംഗ്. മോർണിംഗ്.